മുതൽ എനിക്കൊരു കാര്യം അറിയോ, ബേക്കൽ കോട്ട പേര് വരാനുള്ള കാരണം എന്താ നിങ്ങൾക്ക് അറിയോ? ഹായ് ഗൈസ്, അപ്പോൾ നമ്മൾ ഡെയിലി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പൊതുവയില്ലേ ഞാൻ ഇന്ത്യൻ്റെ കുറച്ച് കോട്ടകളിലൊക്കെ ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട്. പക്ഷെ ആടെല്ലാം കാണാത്തൊരു പ്രത്യേകത ഇവിടെ ഉണ്ട്. മൊത്തത്തിൽ കോട്ടകളിൽ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ കോട്ടകത്തകത്ത് രാജാക്കന്മാർക്ക് താമസിക്കാനുള്ള സൗകര്യം കാര്യങ്ങളെല്ലാം എല്ലാ കോട്ടക്കകത്തുണ്ടാവും. പക്ഷേ കാസർഗോഡത്തെ ഈ ബേക്കൽ കോട്ടയിലില്ലേ അതില്ല. എന്താ സംഭവം എന്ന് അറിയോ? ഇപ്പോൾ ഇവിടെ കുറേ കേവ് ഉണ്ടല്ലോ, അതൊന്നും സംഗതി. ഇവിടെ കുറേ തുരങ്കങ്ങളുണ്ട്. അപ്പോൾ അതിൽ തുരങ്കങ്ങൾ എന്ന് പറഞ്ഞാൽ ടിപ്പു സുൽത്താന് പെട്ടെന്നൊരു അക്രമം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടുന്ന് നേരെ ആ തുരങ്കത്തിലൂടെ കടലിലേക്ക് ഡയറക്റ്റ് വഴിയുണ്ട് എന്നാണ് പറയുന്നത്. അത് ചെറിയൊരു കാര്യം. അതുമാത്രമല്ല, ഇവിടുന്ന് ഡയറക്റ്റ് മൈസൂറിലേക്ക് തുരങ്കമുണ്ട് എന്നാണ് പറയുന്നുള്ളത്. അപ്പോൾ ഒന്ന് മൈസൂർ വരെ ഒന്ന് നടന്നു തരട്ടെ. അപ്പോൾ ഈ കോട്ടയ്ക്ക് വേറെ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? പിന്നൊരു കാര്യമുണ്ട്. ഈ പണ്ട് ഈ തീരത്ത് കുറേ പായക്കപ്പലുകളും മറ്റതിൻ്റെ അവശിഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ ഇങ്ങോട്ടേക്ക് ഈ കോട്ടൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട്. അതുമാത്രമല്ല, അതിലുള്ള പല നിധികളും ഇവിടെ രഹസ്യാറയിൽ സൂക്ഷിച്ചിട്ടുണ്ട് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ജാബു, നമുക്ക് നിധി കിട്ടാൻ എന്തെങ്കിലും ചാൻസ് ഉണ്ടോടാ? ഇതൊക്കെ ഇവിടെ പറഞ്ഞു കേൾക്കുന്ന കഥകളാണ് എന്ന് കരുതി നാളെ ഇപ്പം നിധിയും തപ്പിയിട്ട് ഇവിടെ ആരും വരാൻ നിൽക്കണ്ട. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അടുത്തൊരു വ്ളോഗുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.